കൂലിയുടെ ക്ഷീണത്തിന് ശേഷം ഞങ്ങൾ നേരെ കയറി ചെന്നത് ഒരു പുലിമടയിലേക്ക്, NTRൻ്റെ പുലിമടയിലേക്ക്. ഇത് എരുതിയിൽ നിന്ന് മറിച്ചിട്ടില്ലേക്കല്ലേ? അതെ, അതായിരുന്നു അവസ്ഥ. അതായത് നമ്മൾ വിചാരിച്ചു ഈ ഹൈപ്പൊക്കെ കണ്ടപ്പോൾ കൂലി ഹൈപ്പിനകത്ത് നീതി പുലർത്തിയില്ല, അതുകൊണ്ട് അത് ശോകമായല്ലോ. അപ്പോൾ വാർ ടു ട്വിസ്റ്റ് കാണുമെന്ന് വിചാരിച്ചല്ലേ? ട്വിസ്റ്റ് കാണും. അതായത് വാർ ടു പോയി വാറായിരിക്കും നമ്മളെ ഒന്ന് ഒരു സമാധാനം കിട്ടാമോ എന്ന് വിചാരിച്ച് അവിടെ ചെന്നിരുന്നപ്പോൾ ഹൃതിക് റോഷൻ ഫസ്റ്റ് സീനിൽ നിന്ന് മനസ്സിലായി നമ്മൾ വഴിതെറ്റി വന്നവരാണ് എന്ന്. നമ്മൾ രണ്ടു പടവും പാരലൽ യൂണിവേഴ്സ് ഇരുന്നാണ് കാണുന്നത്. അതായത് ശരിക്കും ഞാൻ ആക്ച്വലി രാവിലെ എഴുന്നേറ്റ് പടം കാണാൻ നിന്ന് ഈ കൂലി കാണണമെന്ന് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈശ്വര ഇത് സ്വപ്നമായിരിക്കണം, ഇതല്ലായിരിക്കണം ഒറിജിനൽ പടം എന്നെൻ്റെ മനസ്സിൽ പലപ്പോഴും നിന്ന് ഞാൻ പുള്ളിയോട് പറയുകയും ചെയ്തത്. ഞാനത് വാർ ടു കാണാൻ നിന്നപ്പോഴും പറഞ്ഞു, ചേട്ടാ നമ്മൾ ശരിക്കും ഉണർന്ന് എഴുന്നേറ്റപ്പോൾ നമ്മൾ വേറെ ഏതോ യൂണിവേഴ്സിലായിരിക്കുന്നത്, ഇതൊന്നും അല്ല ഈ സിനിമ, ഇങ്ങനെയല്ല നമ്മൾ കാണാൻ വന്ന പടങ്ങൾ, ഇതൊന്നും അല്ല, ശരിക്കുള്ള പടം വേറെ ഒറിജിനൽ യൂണിവേഴ്സ് ഉണ്ടെന്ന്. എക്സ്പെക്ട് ചെയ്ത് വാർ ടൂവിന് എനിക്ക് തീരെ എക്സ്പെക്ടേഷൻ ഇല്ല, എനിക്കറിയാം. കാരണം വാർ 1 തന്നെ എനിക്ക് അധികം വർക്ക് ആവാത്ത സിനിമയാണ്. അപ്പോൾ വാർ 2 തന്നെ നമുക്ക് ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഫ്രീ ആണ് നമ്മൾ. എനിക്ക് വാർ 1 ഇങ്ങനെ നമുക്ക് അറിയാവുന്നൊരു ടെംപ്ലേറ്റ് ഇവിടെ ഉണ്ടല്ലോ. അതായത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ കണ്ട ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, മിഷൻ ഇമ്പോസിബിൾ, ജെയിംസ് ബോണ്ട് പടങ്ങൾ കൂടുതൽ വാർ 1ന്റെ വണ്ണില് ഈ പറയുന്ന പോലെ ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കാണുന്ന ഒരു ബോളിവുഡ് ഡയറക്ടർ ആവണം എന്നുള്ള പയ്യൻ. ഇത് നമ്മൾ ഇവിടെ തൊട്ട് പറിച്ചു തടുമ്പോൾ എന്തൊക്കെ അഡീഷൻസ് ഇതിനകത്ത് വരുത്തണം, സംതൃപ്തി ഏതു എന്ന് പറഞ്ഞിട്ടെ കുറച്ച് ബോളിവുഡ് ചേരുവകൾ ചേർത്തിറക്കുന്ന ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അങ്ങനെ തോന്നിയുള്ളൂ. അതിൽ കൂടുതലൊന്നും ഇല്ല. വാറിനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഓക്കെ, പിന്നെ ടൈഗർ ഷറഫിന്റെ അഭിനയം കുറച്ച് കണ്ടോണ്ടിരിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതിനകത്തൊക്കെ വരുമ്പോഴത്തേക്കും ടൈഗർ ഷറഫിനെ മാറ്റി NTRനെ വെച്ചപ്പം ആക്ടിങ് ഒന്ന് ഒരു പൊടിക്ക് മേളോട്ട് പോകും. ഡാൻസിങ് രണ്ടുപേരും നല്ല ഡാൻസേഴ്സ് ആണ്. അതൊക്കെയാണല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ഡാൻസ് നമ്പർ രണ്ടു പേർക്ക് ഡാൻസ് കളിക്കാൻ അറിയാം. ഒരു ഡാൻസ് നമ്പർ എങ്ങനെയാലും ഇവരെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരിക, ഒരു ഡാൻസ് ഇടുക. പിന്നെ ഫൈറ്റ് ഇപ്പൊ ടൈഗർ കുറച്ചുകൂടെ ബെറ്റർ ഫൈറ്ററാണ്. അപ്പം നമ്മൾ വിചാരിച്ച് NTRന് തോക്ക് വെച്ചുള്ള പരിപാടിയായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. അല്ലാതെ നമ്മൾ ഗംഭീര ഒരു കഥ കാണാം, അങ്ങനെയല്ല. കഥയുടെ ആ ലൈനൊന്നും ഇല്ല. നമുക്കിങ്ങനെ ഹൃതിക് റോഷൻ വരുന്നു. ഇത് സ്റ്റാർ പടങ്ങളാണ് ഈ സ്പൈ യൂണിവേഴ്സ്. അതായത് പഠാൻ നമ്മൾ കണ്ടു, അത് കാണാൻ പോയിരിക്കും. ഷാറുഖ് ഖാൻ വരുന്നു, 2 ഡാൻസ് കളിക്കുന്നു, പറന്നടിക്കുന്നു, സൽമാൻ്റെ ഒരു കാമിയോ, ഇങ്ങനത്തെ സാധനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. അതെ, അവിടെയും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ഇച്ചിരി ഹൈ മൊമെൻറ്റ്, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഹൈ മൊമെൻറ്റ് കിട്ടിയാൽ ഇന്നത്തെ ഒരു ദിവസം സന്തോഷമായേനെ. അവിടെയില്ല. പിന്നെ അവിടെ എനിക്ക് പിന്നെ ഞാൻ ആരോടും പരാതി പറയുന്നില്ല, എനിക്ക് ഒരു പരാതിയില്ല. ആ സിനിമ എടുത്ത അയാൻ മുഖർജിയോടും ഇല്ല, പിന്നെ അഭിനയിച്ചോടും എനിക്ക് ഒരു പരാതിയില്ല. നിങ്ങളൊരു പടം ചെയ്തു പോട്ടെ, നമ്മളതിനെ ഞാൻ പറഞ്ഞു ഞാനതിനെ കംപ്ലീറ്റ്ലി എനിക്കൊരു പാസ്വേഡ് പടമാണ്, എനിക്കത് പിന്നെ ഓർക്കേണ്ട കാര്യമില്ല. അത് കണ്ടു കഴിഞ്ഞു. അയാൻ മുഖർജി പൊതുവെ ഒരു എന്താ പറയുക, ഒരു ആവറേജ്, വളരെ ആത്മാർത്ഥമായിട്ട് ഡയറക്ഷൻ ചെയ്യുന്ന ഒരു ആവറേജ് ഡയറക്ടറായിട്ടാണ് തോന്നുന്നില്ല. പുള്ളി ചെയ്തല്ലോ. അല്ലേ, ഞാൻ പുള്ളി ചെയ്തതിൽ മറ്റേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ജവാനി ബ്രഹ്മാസ്ത്ര ഞാൻ കണ്ടാണ്. ബ്രഹ്മാസ്ത്ര ആക്ച്വലി 2 തവണ കാണേണ്ടി തിയേറ്ററിലെ. ബ്രഹ്മാസ്ത്രക്ക് എനിക്ക് 3D കുറച്ച് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിൻ്റെ അകത്ത് 3D വർക്ക് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടുണ്ട്. എനിക്ക് മനസ്സിലായത് ആ സിനിമയിൽ പുള്ളി കുറച്ചുകൂടെ ആത്മാർത്ഥമുണ്ട്. അതായത് അത് തന്റെ വിഷൻ, പുള്ളിയുടെ വിഷൻ ആയതുകൊണ്ട് പുള്ളി അതിൽ ഭയങ്കര. ഇവിടെ അതിനകത്തും പ്രശ്നം ഡയലോഗുകൾ അതേ പ്രശ്നം തന്നെ. അതെന്ന് പറഞ്ഞാൽ കുറെ കൂടെ വലിയ സ്കെയിൽ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. ഇതും ഈ വാർ 2ലേക്ക് വരുമ്പോൾ ഇതേ ചേട്ടാ, ഇതൊരു ആക്ച്വലി ഇവരുടെ യൂണിവേഴ്സ് ആണല്ലോ. അപ്പൊ അവർക്കൊരു ബീറ്റ്സ് ഉണ്ടല്ലോ, അത് പാലിക്കേണ്ട കാര്യമല്ലോ. ക്യാമിയോസും പരിപാടി ഒന്നുമില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ ഇതിപ്പം അയാൻ മൂർജി കിട്ടുമ്പോഴേ അയാൻ മൂർജി ഒരു വേർഷൻ ഉണ്ടാക്കുന്നതിന് പകരം മറ്റേ നമ്മൾ ഈ ഹോളിവുഡിലെ കാണുന്ന പോലെ സ്റ്റുഡിയോ ഫിലിം എന്നുള്ള ലൈനിൽ YRFന്റെ സ്പൈ യൂണിവേഴ്സ് ഒരു സിനിമ അതെങ്ങനെയായിരിക്കും അതിൻ്റെ ടെംപ്ലേറ്റ്, ആ ടെംപ്ലേറ്റിൽ സാധനം ഡയറക്റ്റ് ചെയ്യാൻ അയാൻ മുഖർജിയെ വിളിച്ചു. കാരണം അയാൻ മുഖർജിക്ക് ഇനി ബ്രഹ്മാസ്ത്ര 2 ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയാതിരിക്കും. മാർവൽ പടം പോലെ ഏത് ഡയറക്ടർ വന്നാലും മാർവൽ പടമായിട്ട് അത്രേ ഉള്ളൂ. ഒരു ഇൻപുട്സ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള പടം അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹൃതിക് റോഷൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല. NTRന്റെ ഇൻട്രോ വന്നപ്പോഴത്തേക്കും അതെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വാർ 1 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെടാൻ പാടാം. കാരണം വാർ 1ന്റെ താഴെയാണ്. വാർ 1 നിങ്ങൾക്ക് ആവറേജ് ഓർ ബിലോ ആവറേജ് ആയിട്ടാണെങ്കിൽ ഇത് വെറുത്തു. അത്രയ്ക്ക് ഡൗൺ ആണ്. ഭയങ്കര എന്താ പറയുക, മെയിനായിട്ട് ഇതിൻ്റെ ഇഷ്യൂ ഈ പറയുന്ന പോലെ ആക്ഷൻ സീനുകൾ സ്റ്റാർട്ട് ഹൃതിക്കിന്റെ ഇൻട്രോയിൽ ഒരു ആക്ഷൻ സീൻ ഉണ്ടെങ്കിലും അതിങ്ങനെ നമുക്ക് അവിടെ ഓക്കെ കുഴപ്പമില്ല, ഹൃതിക് റോഷൻ അല്ലേ, നമുക്ക് പൊക്കോട്ടെ. ആ ഹെലികോപ്റ്റർ തൂങ്ങുന്നവരെ അതുവരെ നമ്മളത് സഹിച്ചിരിക്കും. എനിക്ക് NTRന്റെ ഇൻട്രോ സീനായിരുന്നു എൻ്റെ പൊന്നോ. അതിലൊരു സാധനമുണ്ട്, പുള്ളി
സിക്സ് പാക്ക് ഒക്കെ കാണിച്ച് ഇങ്ങനെ മറ്റേ ഒരു ജെറ്റിൽ ഇങ്ങനെ പറന്ന് പോയി ചാടുന്ന ആ സീൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ, അതായത് വെയിറ്റ് കുറയ്ക്കണം, ഇത്രയും വെയിറ്റ് ആയിട്ട് പോകാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വരിക. സാറേ ഇത് വെയിറ്റ് 58 കിലോ ഇപ്പോൾ കൂടുതലാണ്, ഇത് കുറച്ചാലും നമുക്ക് ഇത് അപ്പോൾ നമ്മൾ എന്തോ വൺ പ്ലാനിങ് ഉണ്ട്, വലിയ പ്ലാനിങ് സാധനം ഉണ്ട് അതിനകത്തൊന്നും വിചാരിക്കും മിസൈൽ തൂങ്ങി പോവാ പുള്ളി. അതെ, മിസൈലോ ഡ്രോണോ എന്തോ ഒരു സംഭവം അത് തൂങ്ങി അങ്ങ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റേ കരീബിയൻസ് അവരുമായിട്ടൊരു ഫൈറ്റ് അവിടെ കിടന്നു. അതൊക്കെ തന്നെ മറ്റേ പമ്പര കത്തി സാധനം. അത് നമ്മൾ പണ്ട് പറയത്തില്ല, നമ്മൾ കത്തിപ്പടം എന്ന് പറയത്തില്ലേ, ആ സാധനം, ആ പഴയ തെലുങ്ക് പടങ്ങൾ. അതുപോലെ ഈ പടത്തിൽ NTRന്റെ ഇൻട്രോയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, തെലുങ്ക് റാപ്പാണ്. തെലുങ്ക് അത് കേൾക്കാൻ രസമാണ്. അതായത് സംഭവം എന്ന് വെച്ചാൽ NTRനൊരു സാധാരണ ഒരു കളിയാക്കി വിടുക ചെയ്യുന്നത്. NTR വരുവാണല്ലോ മറ്റേ ശാലിനി ഉണ്ണികൃഷ്ണൻ പോലത്തെ സാധനമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു തെലുങ്കിൽ നമുക്കൊരു സ്റ്റീരിയോടിപ്പിക്കൽ സാധനം അടിക്കുന്നതിന് പകരം എനിക്ക് ഒന്ന് പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ സാധനം കറക്റ്റല്ലേ സാർ എന്ന് ചോദിച്ചിട്ട് കറക്റ്റ് ഇത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറയുമ്പം ആ തെലുങ്ക് റാപ്പോ എന്തോ പുള്ളിക്കൊരു പുള്ളിക്ക് സെപ്പറേറ്റ് ഒരു ബീജം ഉണ്ട്, ഷെയ്ത്താൻ അല്ലേ, ഷെയ്ത്താൻ. അത് അത്യാവശ്യം വർക്കാണ് പരിപാടി. പക്ഷേ വർക്കാണ്. വിഷ്വൽസിന്റെ ഫണ്ടമെന്റൽ പ്രശ്നം ഭയങ്കര പോളിഷാണ്. അതായത് ഇവരൊക്കെ മറ്റേ നമ്മളെ വിയർപ്പ് പൊടിയാതെ ഒരല്പം പോലും പോകാതെ, അഥവാ വിയർപ്പ് പൊടിഞ്ഞാലും അതിനൊരു വരയിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടെ കറക്റ്റായിട്ട് ആ വിയർപ്പ് ഇങ്ങനെ ഒഴുകി വീഴുന്ന ടൈപ്പ്. അത്രയ്ക്ക് പോളിഷാണ് സാധനം. തംസപ്പ് ആൻഡ് മൗണ്ടൻ ഡ്യൂവിൻ്റെ ഒരു ആഡില്ലേ, അതിലിങ്ങനെ ഹൃതിക് റോഷനും സീൻ ബൈ സീൻ ആഡ് പോലെ ആയിരിക്കും എല്ലായിടത്തും. നമ്മൾ കാണുമ്പം എല്ലാ സീനും നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് മറ്റേ തംസപ്പിൻ്റെ ഒരു അല്ലെങ്കിൽ മൗണ്ടൻ ഡ്യൂവിൻ്റെ മറ്റേ ലോഗോ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആണ്. എനിക്കൊന്ന് മറ്റേ ബ്രഹ്മാസ്ത്ര ഹാങ് ഓവർ ചെയ്യുന്നത് ഇവർ ഈ സീനൊക്കെ എഴുതി വെച്ചിട്ട് അയൺ കുറച്ചെടുത്ത് കൊടുത്തു പറഞ്ഞു, സാർ ഇതെല്ലാം നമുക്കൊരു സ്റ്റുഡിയോ വെച്ച് എടുക്കാം എല്ലാ സീനും. എനിക്കിപ്പോൾ VFXനെ പറ്റി നല്ല ഗ്രാഹ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് അതൊക്കെ ഇവിടെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് സിനിമയിൽ എല്ലാ സീനും പണ്ട് നമ്മുടെ പ്രിയസാർ പറഞ്ഞ പോലെ ഈ പടത്തിൽ ക്യാമറ കടൽ കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഒറിജിനൽ ലൊക്കേഷനിൽ പോയിട്ടില്ല, സ്റ്റുഡിയോയിലാണ് ഫുൾ പടം എന്ന് പറയുന്നത്. പാരീസ് എല്ലാം ഇങ്ങനെ താഴെ എഴുതി കാണിക്കും, ഒരു കാര്യമില്ല, എല്ലാം സ്റ്റുഡിയോയില്ല. അതെ, മറ്റേ NTR മറ്റേ കാറൊക്കെ പറഞ്ഞിട്ട് കാറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു സീനൊക്കെ ഇല്ല, അതൊക്കെ എന്തുവായിരുന്നു. എൻ്റെ അപ്പം നമ്മൾ പാരീസ് ഇങ്ങനെ ദൂരെ, അതായത് സൈസിന്റെ ഒക്കെ ഡിഫറൻസ് ഒക്കെ കാണുമ്പോൾ ഒട്ടും കോമ്പോസിഷൻ. ട്രെയിനിന്റെ മുകളിലൂടെ കാർ ഓടിക്കും, പിന്നെ പ്ലെയിനിന്റെ മുകളിലൂടെ ഇവരോട് ഹെലികോപ്റ്റർ, ട്രെയിന്, കാറ്, മറ്റേ വാട്ടർ ജെറ്റ്, ഫ്ലൈറ്റ്. ഞാൻ വിചാരിച്ച നമ്മളല്ലേ പറഞ്ഞു അടുത്ത സ്പേസിലായിരിക്കും അടുത്ത ഫൈറ്റ്. കാര്യം ഇങ്ങനെ എന്തൊക്കെ കാണിക്കാം അതെല്ലാം കാണിക്കണം. അതായത് ഫ്ലൈറ്റിന്റെ മേളില് NTRന് ഒരു വയർ കണക്ഷൻ പോലും ഇല്ല, ഫ്ലൈറ്റിന്റെ മേളിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് ഉഷ ഫാൻ 2 ഓടിക്കുമ്പോഴുള്ള കാറ്റില്ലേ, അത്രയും കാറ്റ് ഇവരുടെ മൂന്നാക്കട എന്ന് പറയാൻ നമുക്ക് തോന്നുന്നു. അത്രയ്ക്കും കാറ്റില്ല, ഇങ്ങനെ ഇവരിങ്ങനെ മേളിൽ ഒരു ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റിന്റെ ഇത്രയ്ക്ക് സേഫ് ആണോ ഫ്ലൈറ്റിന് മേളിൽ? അതായത് ഫ്ലൈറ്റിന്റെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ഭയങ്കര ഒരു പ്രഷർ വേരിയേഷൻ കാരണം ഭയങ്കരമായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാവും, പുറത്തേക്ക് എയർ സക്ക് ചെയ്ത് കളയുന്ന ഒരു പരിപാടി ഉണ്ട്. അതും മറ്റേ ഈ പ്രൊപ്പലറിന്റെ അല്ലെ, അതിന്റെ തൊട്ട് പ്രൊപ്പലറിന്റെ മുമ്പിലൊക്കെ NTR ഇങ്ങനെ കയ്യൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മൾ കാണുമ്പോൾ എടാ ഒരു അല്പം വില കൊടുക്കടാ അതിന് എന്ന് സാധനം കറങ്ങുന്നുണ്ടോ നീ അവിടെ നിൽക്കുന്നത്. അതെ, അത് നമുക്ക് ഭയങ്കര ഇതെന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന് തോന്നിപ്പോ. ശരിക്കും നമ്മൾ പറയുമ്പോൾ ഈ പടം കാണാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ലോജിക്കോ നിങ്ങൾ പഠിച്ച ഫിസിക്സോ ഇതൊന്നും ഇല്ല ഇവിടെ. ഇത് വേറെ ഏതൊരു പാരലൽ യൂണിവേഴ്സ് ആണ്. ഇതേ സാധനത്തിന്റെ ഇപ്പം മിഷൻ ഇമ്പോസിബിൾ സിനിമകൾ എടുക്കുവാണെങ്കിലും അതിനകത്തും ഇതേപോലെ ഭയങ്കര അബ്സേർഡ് ആയിട്ടുള്ള കുറച്ച് ആക്ഷൻ സീക്വൻസ് സെറ്റ് ചെയ്യും. പക്ഷെ അതിനകത്തൊരു ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ടോം ക്രൂസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളി ഇത് ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ കുറച്ച് വിശ്വസനീയത നമുക്ക്. കഥയൊക്കെ എല്ലാ മിഷൻ ഇമ്പോസിബിൾ സെയിം ആണ്. ഒരു ബോംബ് പൊട്ടും അത് നമുക്ക് നിർത്തണം, ഇത്രേ ഉള്ളു കഥ. അപ്പോൾ പക്ഷേ ഈ ബോംബ് പൊട്ടാതിരിക്കാൻ വേണ്ടി പുള്ളി ഫ്ലൈറ്റ് സാധനങ്ങളൊക്കെ കൂടെ കറങ്ങിയായിരിക്കും അവിടെ എത്തുന്നത്. അപ്പോൾ ഇത് ടോം ക്രൂസ് ആ ഫ്ലൈറ്റിൻ്റെ വേണ്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്കറിയാം ഇത് മറ്റേ ടോം ക്രൂസ് അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അടിക്കുന്നൊരു കാറ്റ് സംഭവമൊക്കെ നമുക്കറിയാം. പക്ഷേ അതേ സംഭവം നമുക്ക് റീക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ ചെയ്യുന്നത് എന്താ, നമുക്ക് NTR ഹൃത്തിക്കും ആയതുകൊണ്ട് ആ സാധനം നമ്മളൊന്ന് മേക്ക് ബിലീഫ് ചെയ്യണം. അതേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളിവുഡിൽ അവർ കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടി ഒരല്പം മണ്ണിലൊക്കെ പുരണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി ഇവരൊരു പണി ചെയ്തു വെക്കും. ഇത് കണ്ടിട്ട് ഇതൊക്കെ നമുക്ക് എടുക്കാമെന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വിളിക്കും, നമ്മുടെ ടോം ക്രൂസിനെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരൊരു സൂപ്പർ സ്റ്റാറിനെ വിളിക്കുന്നു. പ്രശ്നം എന്താ വെച്ചാൽ ഈ സൂപ്പർ സ്റ്റാർ വരുമ്പോൾ സൂപ്പർ സ്റ്റാറിന് AC റൂം ടു AC കാറ് അല്ലെ AC സെറ്റ്, മേത്തൊരു തുള്ളി പൊടി പറ്റാൻ പറ്റത്തില്ല, ഒരു തുള്ളി വിയർപ്പ് പൊളിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പം ചെളിക്കാത്ത വീണാലും ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് ജെല്ലിട്ട് മുടി തേച്ച് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കണം. നമ്മളന്ന് മറ്റേ ട്രെയിലറിൽ പറഞ്ഞാൽ അവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ആക്ഷൻ സീൻ പ്രസന്റ് ചെയ്യുവാണ്, അതിനകത്ത് സ്റ്റാറിനെ നമ്മൾ കാസ്റ്റ് ചെയ്യുവാണ്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാറിനെ പ്രസന്റ് ചെയ്യുവാണ്. ആ പ്രസന്റ് ചെയ്യുമ്പം അതിന്റെ ഇമ്പാക്ടിന് വേണ്ടി നമുക്കൊരു ആക്ഷൻ സീനും കൂടെ വെക്കാന്നുള്ള സെറ്റപ്പാണ്. സ്റ്റാറിനെ പ്രസന്റ് ചെയ്യണം, സ്റ്റാർ അതായത് പ്രയോറിറ്റി സ്റ്റാർ ആണ്.
ആക്ഷൻ സീൻ എങ്ങനെയായാലും ഇവർ ഈ പടം ചെയ്യുന്നവർക്കറിയാം NTRന്റെ ഒരു കുറച്ചധികം ഫാൻസ് ഉണ്ട്, ഹൃതിക് റോഷൻ്റെ ഫാൻസ് ഉണ്ട്. ഈ ഫാൻസുകാർ തിയേറ്ററിൽ വരുമ്പോൾ അവരുടെ ഇഷ്ടപ്പെട്ട നടനെ വളരെ വൃത്തിയോടെയും സൗന്ദര്യത്തോടെയും അവർക്ക് സ്ക്രീനിൽ കാണണം, അവർക്ക് കൈയടിക്കണം. ഇതിനു വേണ്ടി നമ്മൾ കുറെ സാധനം ഉണ്ടാക്കി വെക്കുകയാണ്, അത്രേ ഉള്ളൂ. അല്ല, ഒരു സാധനം ഞാൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്തൊരു കത്തി സീനുണ്ട്. കത്തിയാണ് നമുക്ക്, എന്നാലും ഞാൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് മറ്റേ കരൺ അർജുൻ്റെ ഒക്കെ BJ വെക്കിട്ട് ഷാറൂഖും സൽമാനും കൂടെ ട്രെയിനിന്റെ മണ്ടയ്ക്കൊരു സീക്വൻസ് ഉണ്ട്. അതും അവസാനം ഭയങ്കര CJ കുറച്ച് പാളിയ സാധനമായിരുന്നു, അത് പാളി സാധനമാണ്. പക്ഷെ അത് ഇവരുടെ കെമിസ്ട്രി കുറച്ച് രസമുണ്ടായിരുന്നു അതിനകത്ത്. ഇവര് വന്ന് ഇങ്ങനെ രണ്ടുപേരും നിൽക്കുമ്പോൾ പഴയ ആ ഒരു ഇതൊക്കെ വെച്ച് നമുക്ക് ആ ഇമ്പാക്ട് ഇതിന് ഇത് കിട്ടത്തില്ല. ഒന്നാമത്തെ കാര്യം, ഹൃത്തിക്കും NTRും ഈ കഥയെ വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഒന്നെങ്കിൽ ഇവരിത് എൻജോയ് ചെയ്യണം, ഇത്രയേ ഉള്ളൂ കഥ, നമ്മളൊക്കെ നിൽക്കുന്ന ഫ്ലൈറ്റിന്റെ മണ്ടയ്ക്കാന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്യണം, ഒരു കുറച്ച് ഫണ്ണൊക്കെ ആക്കണം. വാർ വണ്ണാത്ത അങ്ങനെ കുറേ സാധനമുണ്ട്, ഇങ്ങനെ ഇടയ്ക്ക് ഇവർ തമാശയൊക്കെ പറയുന്നുണ്ട്, ഇത് അവർക്ക് പറയും ഇത് ഇത്രയേ ഉള്ളൂ. ഇവർ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ഫ്ലൈറ്റിന്റെ മണ്ടയ്ക്കാണ് നിൽക്കുന്നത് അവർ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ എടാ നീ എടാ അപ്പം നമുക്കത് മേക്ക് ബിലീഫ് എന്ന് പറഞ്ഞ പരിപാടി നടന്നില്ല, അത്രേ ഉള്ളൂ, അവരുദ്ദേശിച്ചവർ നടന്നില്ല. പിന്നെ ഈ സിനിമയുടെ ടീസർ ആൻഡ് ട്രെയിലർ ഇറങ്ങിയ പോലെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് കിയാറയുടെ ബിക്കിനി സീൻ. അപ്പോൾ ഇത് സെൻസർ റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് ഈ ബിക്കിനി സീനിൽ ഇത്ര സെക്കൻഡ് കട്ട് ചെയ്ത് കളഞ്ഞെന്നൊക്കെ പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. പടത്തിൽ നമ്മൾ ആ ഒറിജിനൽ സോങ് ഇറങ്ങുമ്പോൾ യൂട്യൂബിലൊക്കെ വന്ന ആ ഒരു തന്നെ അത്രയും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആക്ച്വലി തിയേറ്ററിൽ പോയിരുന്നവർ സിനിമ ഏതായാലും ബോറായി, ബിക്കിനി സീനെങ്കിൽ ബിക്കിനി സീൻ, അത് ബിഗ് സ്ക്രീനിൽ കാണാമല്ലോ എന്നുള്ള ലൈനിൽ അതിൽ നിന്ന് അത് കാണുന്നു, അത് കണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട്. ഞാനും അത് എൻജോയ് ചെയ്തു. കിയാരെ പറ്റിച്ചതാണ്, അത് പറഞ്ഞു വളരെ ശക്തമായ ഒരു കഥാപാത്രമാണ്, ഫ്ലൈറ്റ് ഓടിക്കാം. ചേട്ടാ ഇടയ്ക്ക് കുറച്ചു നേരത്തേക്ക് ഇവരില്ല, ഈ പുള്ളിക്കാരി അത് കഴിഞ്ഞ് പിന്നെ കണ്ടപ്പോൾ അടുത്ത് പുള്ളി പറഞ്ഞ കേട്ടോ, എവിടെ ആയിരുന്നു അത് ഞാൻ ചിരിച്ചു. അതായത് കിയാറ എല്ലാം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നുമില്ല ചെയ്യാൻ. മീറ്റിംഗിൽ വന്നിരുന്ന് ഇങ്ങനെ കിയാറ ബുദ്ധിപരമായിട്ട് ഇത് ചെയ്തത് അവനല്ല, ഇത്രേ ഉള്ളൂ. പക്ഷെ അവനായിരിക്കാനും സാധ്യതയുണ്ട്. ഇത്രേ ഉള്ളൂ കിയാറയ്ക്ക് പരിപാടി. നമ്മളത് ഇത് പാട്ടിലാണ് കിയാറ ഉള്ളത്, സ്ക്രീൻ പ്രസൻസ് ഉള്ളത് പാട്ടിലാണ്. പിന്നെ കിയാറ അതും ഈ YRFന്റെ ഈ സ്പൈ യൂണിവേഴ്സിന്റെ ഒരു മെയിൻ സാധനം. എല്ലാ സ്പൈ യൂണിവേഴ്സിലും ഞങ്ങളൊരു ബിക്കിനി സീൻ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത്. അവരുടെ ഈ ബീച്ചിൽ ഒന്നാണ് ഇത്, ഏതാ ടെംപ്ലേറ്റിൽ ഒന്നാണ് ഇത്, ഞങ്ങൾ ടിക്ക് ചെയ്യുന്നത്. അത് മറ്റേ ജെയിംസ് ബോണ്ടിലെ ഒരു ബോണ്ട് ഗേൾ ഉണ്ടല്ലോ, ബോണ്ട് ഗേളിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതെ അത് തന്നെ. കാര്യം ഇത് ബേസിക്കലി സിനിമ കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ, ആ ഘടകങ്ങളിലൊന്നാണിത്, അത്രേ ഉള്ളൂ. പണ്ട് മുതലേ നമ്മുടെ സിനിമ പോസ്റ്റർ ഓർമ്മയുണ്ട്, ഒരു കാലം വരെ നമ്മുടെ തമിഴ് സിനിമ പോസ്റ്ററും തെലുങ്ക് സിനിമ പോസ്റ്ററും നമ്മുടെ നാട്ടിലുള്ള പോസ്റ്ററുകളെല്ലാം എപ്പോഴും ഒരു ഫീമെയിൽ, ആ പടത്തിൽ ചിലപ്പോൾ ഒരു ഐറ്റം സോങ് വരുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നായിക ആരായാലും അവരുടെ ഒരു എന്താ പറയുക വളരെ എക്സ്പോസിങ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഒരു പോസ്റ്ററിൽ ഉപയോഗിക്കുക. അത് പണ്ട് പോലുള്ള ശീലമാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു മോഡേൺ വേർഷനാണ് ഈ സിനിമകളിൽ ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റിഫിക്കേഷൻ, അങ്ങനെയാണല്ലോ നമ്മളതിനെ പറയുന്നത്. അത് കാര്യമൊന്നുമില്ല, ജസ്റ്റ് അതിങ്ങനെ പാസ് ചെയ്തൊക്കെ പോകുന്നു, ഒരു പാട്ടിലൊക്കെ പോകുന്നു. ഒരു മീം ഉണ്ടായിരുന്നു, കൂലി കാണാൻ വേണ്ടി എല്ലാവരും കൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരാൾ വട്ടം പോകും, എന്ന് പറഞ്ഞു, അതൊന്നും വേണ്ട കൂലി തന്നെ കാണാൻ പറഞ്ഞിട്ട് നടന്നു. അതാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എങ്കിൽ വാർ 2 മുഴുവൻ നിങ്ങൾ സഹിച്ചിരിക്കേണ്ടി വരും. അത് 3 മണിക്കൂർ 2 മിനിറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വിശാലണ്ട് പറഞ്ഞത് നമുക്ക് വന്ന കാര്യം കഴിഞ്ഞു നമുക്ക് പോയാൽ, കാരണം പടത്തിൽ നിന്ന് നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല, നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാം. നമുക്ക് കൈയടിക്കാനാണെങ്കിൽ തന്നെ കൈയടിക്കാൻ തോന്നുന്ന. ഞാൻ പിന്നെ ഈ പറയുന്ന പോലെ ഷാരൂഖ് ഖാനോ സൽമാൻ ഖാനോ ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഫൺ മൊമെന്റ് എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഗസ്റ്റ് അപ്പിയറൻസ് ഒന്നുമില്ല പടത്തിൽ, റെഫറൻസ് ഉണ്ട്, ജസ്റ്റ് പറയും ഒരു ഡയലോഗിൽ എന്തോ ഇവരുടെയൊക്കെ പേര് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്, അത്ര. അത് ഭയങ്കര. പിന്നുള്ള സാധനം എന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെ ഒരുമിച്ചുള്ള ഡാൻസ്, അത് ഭയങ്കര ശോകം. അത് പാട്ട് വൻ ശോകം പാട്ടാണ്. ആക്ച്വലി ഈ പടത്തിന് ടൈലൻഡ് ഉണ്ട് കേട്ടോ. ടൈലൻഡ് എന്ന് പറയുന്നത് അതിൽ ആൽഫയുടെ ഒരു ചെറിയ, അതിനകത്തൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ആൽഫ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഒരു. കാരണം ആൽഫ എന്നാണല്ലോ പറയുന്നത്. അതെ, പൊതുവെ ആൽഫ എന്ന് പറയുന്ന ടേം മെയിലായിട്ടാണ് ഇത്. അപ്പം ചിലപ്പോൾ അത്രേ ഉള്ളായിരിക്കും അതിന്റെ സംഭവം, ആൽഫ ഫീമെയിൽ എന്നുള്ള സംഭവം. ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജൂനിയർ NTRന്റെയും ഹൃത്തിക്കിന്റെയും പഴയകാലം കാണിക്കുമ്പോഴത്തേക്കും ജൂനിയർ NTRന്റെ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആ സീനെ കണ്ടോ വരച്ചേട്ടാ, പുള്ളി കൊള്ളാലോ. തെലുങ്കിലാണെങ്കിലും പുള്ളിയെ വിളിച്ച് ജൂനിയർ NTRന്റെ ചെറുപ്പകാലം അഭിനയിപ്പിച്ചില്ല കറക്റ്റ്. അതെ, കാരണം നമ്മൾ അഭിനയിക്കുന്നുണ്ട് പുള്ളി, ആ സീനൊക്കെ കുറച്ച് കണ്ടോണ്ട് നമ്മള് അത് സീനൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്ലീഷ സീനാണെങ്കിലും നമുക്ക് ഈ പുള്ളിയുടെ പെർഫോമൻസ് നമ്മൾ ശ്രദ്ധിക്കും, അത് ശ്രദ്ധിക്കുകയും ചെയ്യും. അത് രസമുണ്ട്, ആ മാനറിസംസ് കാണുമ്പോൾ അതിന്റെ രസമുണ്ട് അതിനകത്തൊക്കെ. അത് അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. അതായത് ഇത് ഞങ്ങള് ആ ഒരു അവരുടെ ഒരു ഇമോഷൻ അത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പടമൊക്കെ നോ വിൻഡ് യൂണിവേഴ്സ്, കാറ്റില്ല ഈ യൂണിവേഴ്സിൽ. അത് തന്നെ, ഇതിപ്പോൾ ഇതുവഴി ഓടിയാലും കാറ്റില്ല. പിന്നെ പടത്തിന് ക്ലൈമാക്സ് ഒരു
അതിൻ്റെ ഒരു ആർട്ട് വർക്ക് ഭയങ്കര ആർട്ട് ഡയറക്ഷൻ വൺ ഷോ വരുന്നു അല്ലേ, പ്രൊഡക്ഷൻ ഡിസൈൻ ഒരു കേവ് ആണ്, ഒരു ഐസ് കേവ് എന്ന് പറഞ്ഞാൽ ഐസ് കേവ് ആണ്. അപ്പോൾ ഐസ് കേവ് കാർഡ് കളിക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്താണ് ഒരു ബൈക്ക് ഇട്ട് മഞ്ഞിൽ കൂടെ പോകുന്നത്, പഠാൻ്റെ അകത്ത്. ഇവരും ഈ യൂണിവേഴ്സിന്റെ പ്രത്യേകത തോന്നല്ലേ, ഇപ്പൊ ടെക്നിക്ക് ഇവിടെ കിട്ടി. അതായത് സിനിമ തുടങ്ങാൻ പോലെ ഇങ്ങനെ ഒരുപാട് ലൊക്കേഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അതായത് ഇന്ന സ്ഥലം ഇങ്ങനെ ഒരു വേൾഡ് ടൂർ നടക്കും ഇങ്ങനെ മൊത്തത്തിൽ. പക്ഷെ അത് എല്ലാം ഈ പറയുന്ന പോലെ ഭയങ്കര ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഫേക്ക് ആൻഡ് പോളിഷ്ഡ് ആണ്. പടം വിഷ്വലി നന്നായിട്ടിരിക്കണം എന്നതിലുപരി ഇത് ഭയങ്കര പോളിഷ്ഡ് പരസ്യ ലുക്കുമാണ്, പരസ്യ ഡയലോഗുകളാണ്, ഭയങ്കര അത്രേ ഉള്ളൂ. നമ്മൾ ഈ സ്പൈ യൂണിവേഴ്സിനകത്ത് ഒരു ബുദ്ധിപരമായിട്ടൊന്നുമില്ല. അതായത് നമ്മളൊരു ഇൻ്റലിജൻ്റ് ഇന്ന ഹീറോ വന്നാൽ നമ്മുടെ കബീറിനെ പോലൊരു സ്പൈ ഇന്ന് വരെ ഇന്ത്യ കണ്ടിട്ടില്ല. പക്ഷേ കബീർ എന്താണ് അത് നമ്മളൊരു ആക്ഷനിലൂടെ നമ്മൾക്ക് തെളിയിക്കണം. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ സീനല്ല, കബീർ ചെയ്തൊരു കാര്യം അങ്ങനെ ഒരു സാധനം കബീർ ചെയ്തതെന്ന് തോന്നണം. ഇത് അങ്ങനെയല്ല, എല്ലാവരും വന്നിങ്ങനെ പറയുന്നുണ്ട് കബീർ മാസാണ്, കബീർ അതാണ്, ഇത് കബീർ ഇതാണെന്ന് പറയുന്നുണ്ടെങ്കിലും കബീർ ഒന്നും ചെയ്യുന്നില്ല. നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. കബീർ വന്ന തകർക്കൊന്നും നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അമ്മാതിരി സാധനം ഉണ്ടാവണം. ഇത് അങ്ങനൊരു സംഭവം. പിന്നെ ഈ പടത്തിലെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. തുടക്കം പോലെ എല്ലാ സീനിലും നമുക്ക് അറിയാം എന്താ നടക്കാൻ പോകുന്നത്, എല്ലാം ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. അങ്ങനെ കണ്ട് മറക്കാവുന്ന ഒരു സിനിമയാണ്. ആക്ഷൻ സിനിമ ആയിട്ട് പോലും ഇതിൻ്റെ അകത്ത് ഏറ്റവും അണ്ടർവെൽമിങ് സാധനം ആക്ഷനാണ്. വാറിൽ 1-2 ആക്ഷൻ സീൻസ് സീക്വൻസ് ഒക്കെ അതേപോലെ ഒരു ചേസ് സീക്വൻസ് ഇതിനകത്തുണ്ട്. മിഷൻ ഇമ്പോസിബിൾ കണ്ട ഒരു ചേസ് സീക്വൻസിന്റെ അതെ അതിന്റെ മറ്റേ അവിടെ ബൈക്ക് ആണെങ്കിൽ ഇവിടെ കാർ ഷോർട്ട് ഡിവിഷൻ ഉൾപ്പെടെ മിഷൻ ഇമ്പോസിബിളിന്റെ ചിലപ്പോൾ ഒരേ ലൊക്കേഷൻ ആയതുകൊണ്ട് തോന്നുന്നത് എന്താണെന്നറിയില്ല, ബട്ട് വളരെ അങ്ങനെയുള്ള പടങ്ങളിൽ ഒരു പേരില്ല. അതായത് കുറേ നമ്മളെ കണ്ട സിനിമകളുടെ ഛായ ഉള്ള ഒരു പുതിയ 4ാമത്തെ പടം എന്നുള്ള സെറ്റപ്പ്. അപ്പം ആ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസ് ഏകദേശം എല്ലാം മോശമായിരുന്നു. ഇപ്പം മറ്റേ തുടക്കമുള്ള ഹൃത്തിക്കിന്റെ ഫസ്റ്റ് അതിലൊരു സാധനം ശ്രദ്ധിച്ചു. നമ്മുടെ ഈ റോബോ ക്യാം പോലെ ആക്ച്വലി ഒരു സ്റ്റാർട്ടിങ് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അപ്പോൾ അതിൽ റോബോ ക്യാം ഇല്ല, പകരം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ക്യാമറ മൂവിയാണ്, ഹൃത്തിക്കും ഫൈറ്റേഴ്സും കൂടെ സ്ലോ മോഷനിൽ അഭിനയിക്കണം. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് റോബോ ക്യാം അല്ലാതെ മനസ്സിലാവും. കാര്യം ഈ മൂവ്മെന്റിന് കൃത്യത കുറവായതുകൊണ്ട് ഇതുണ്ടല്ലോ, ഇതിങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് ചെറിയ ജെർക്ക് വരുന്ന പോലെ. അപ്പം നമുക്ക് മനസ്സിലായി ഇത് ശരിക്കും ഇവർ തന്നെ സ്ലോ മോഷൻ ആയിട്ട് അഭിനയിക്കുന്നതാണ്. അതിന്റെ സെറ്റിംഗ് ഒക്കെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്കിങ്ങനെ പയ്യെ ഇവർ തന്നെ തിരിഞ്ഞത് അത് കുറച്ച് എനിക്ക് പിന്നെ ഓപ്പൺ ചെയ്യുന്ന സീനിൽ തന്നെ നമുക്കിങ്ങനെ കുറച്ച് കല്ലുകടിക്കുമ്പോൾ നമുക്ക് പിന്നെ മൊത്തത്തിൽ അല്ല വേറെ സാധനം കണ്ടിട്ടുണ്ട്. പൊതുവെ ഒരുപാട് പടങ്ങളിൽ ചൂസ് ചെയ്യുന്ന ഒരു എഡിറ്റിംഗ് ടെക്നിക്ക് എനിക്ക് തോന്നിയത് നമ്മുടെ നായക നടൻ ഫൈറ്റിൽ അത്ര ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. ഈ കട്ട് ഓൺ ഇമ്പാക്ട് എന്ന് പറഞ്ഞൊരു എഡിറ്റിംഗ് ടെക്നിക്ക് ഉണ്ട്. അതായത് ഞാൻ നിന്നെ ഇടിക്കുകയാണ്, അപ്പം ഈ ഇടി കാണത്തില്ല, ഈ ഇടിക്ക് തൊട്ട് മുമ്പ് കട്ട് ചെയ്തിട്ട് റിയാക്ഷൻ കൊടുക്കുക. അപ്പോൾ ആ സംഭവം എന്ന് പറഞ്ഞാൽ ആ ഇടി കൊള്ളുന്നില്ല എന്ന് ആ ക്യാമറയിൽ അറിയുന്നുണ്ടോന്ന് ആണോന്ന് അറിയത്തില്ല. പക്ഷെ അത് ആ ടെക്നിക്ക് ഭയങ്കര മോശമാണ് ആക്ഷൻ. അതായത് ഭയങ്കര ജെർക്കി ആക്ഷനാണ്. പിന്നെ ഷട്ടർ സ്പീഡ് പൊതുവെ ഭയങ്കര ഹൈ ആയിട്ട് വെക്കും ഈ മോഷൻ ബ്ലർ അവോയ്ഡ് ചെയ്യാൻ. അപ്പോൾ ഭയങ്കര എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമില്ലാത്തൊരു ടെക്നിക്കാണ്. പക്ഷേ ആക്ഷൻ സീനാണെങ്കിലും ഈ ഡാൻസിനാണെങ്കിലും ഈ മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ട് കാണാൻ വേണ്ടി മറ്റേ ഷാർപ്പായിട്ട് കാണാൻ വേണ്ടി ഇവർ ഫ്രെയിം റേറ്റ് കൂട്ടി ആ മറ്റേ മോഷൻ ബ്ലർ അവോയ്ഡ് ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു മോഷൻ ബ്ലർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ഇത് ആ ആക്ഷൻ ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നു. ഇത് മറ്റേ വാൾപ്പയറ്റുമൊക്കെ നമ്മൾ പൊതുവേ ജാക്കി ചാൻ അല്ലെങ്കിൽ മറ്റേ ഈസ്റ്റേൺ സിനിമകളിൽ കണ്ട ആ ഒരു ഫ്ലോ നമുക്ക് കിട്ടാത്ത പോലെ ഫീൽ ചെയ്യും വാൾപ്പയറ്റും പരിപാടിയും ജാപ്പനീസ് പരിപാടികളും. അപ്പം ആക്ഷനിൽ ടെക്നിക്കലി ഇങ്ങനെ കുറേ ഇഷ്യൂസും പിന്നെ ഫുള്ള് ഗ്രീൻ സ്ക്രീനിൻ്റെ ഇഷ്യൂസ് മൊത്തത്തിൽ മടുപ്പായിരുന്നു പടം. അത് ഗ്രീൻ സ്ക്രീൻ നമുക്കത് കാണുമ്പോൾ തന്നെ ഫേക്ക് ഒരു ഭയങ്കര ഫേക്ക് ഫീലാണ്. ഓവർ പോളിഷൻ ശ്രമിച്ച് ഭയങ്കര ഫേക്ക് ആയിട്ടുള്ളൊരു സിനിമ. നമുക്ക് ഒരു ഈ രസമില്ല. കാറ്റിൻ്റെ കാര്യം നമ്മൾ പറയുന്നത് തമാശയായിട്ട് പറയുന്നില്ല, ശരിക്കും അത് നമ്മൾ ആലോചിക്കുമ്പം ഒരു ചെറിയ ഒരു തരത്തിലും ഇവർ ആ ലൊക്കേഷനിൽ ഇല്ല എന്ന് നമുക്ക് അറിയാം. അത്രയ്ക്ക് ഫേക്കാണ് എല്ലാ രീതിയിലും പ്രസന്റ് ചെയ്തത്. ഇപ്പം ജൂനിയറിൻ്റെ ഫസ്റ്റ് ഷോട്ട് ജൂനിയറിൻ്റെ ഇൻട്രോയിൽ ജൂനിയറിൻ്റെ ഇങ്ങനെ ഡ്രോണിൽ ഇങ്ങനെ പറന്നു വരുമ്പോൾ എങ്ങനെ പറയും ആകാശത്ത് ഇങ്ങനെ മേഘങ്ങൾക്കിടയിൽ പറന്നു ഒരു മിസൈൽ പോലത്തെ സാധനം പറന്നു വരുമ്പോൾ പുള്ളിയുടെ മുഖം ചുമ്മാ കൈയുടെ സ്ട്രെങ്ത് കൊണ്ട് അതിലും തൂങ്ങിടക്കും. അല്ല പുള്ളി അത് സ്ട്രാപ്പ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം അതിൽ പുള്ളിയുടെ ഫേസ് ഇല്ല, ഇങ്ങനെ ചിരിച്ച് മുടിയില്ല, മുടി ഒരു അല്പം പോലും ഒരു ചെറിയ കാറ്റ് പോലും അടിക്കുന്നില്ല. പുള്ളി ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നു ഒരു സ്റ്റുഡിയോയിൽ. അത് അതുപോലെ കാണിക്കുന്നു. അതിന് ഫ്രണ്ടിൽ ഒരു ഫാനോ എന്തെങ്കിലും യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു ഇമ്പാക്റ്റ് വേണമല്ലോ. മറ്റേ മസിൽ ഷോട്ടാണെന്നല്ലേ
അതെ അതെ അതെ. അതായത് പിന്നെ ഈ 6 പാക്കിന്റെ സംഭവം എനിക്ക് ഒറിജിനൽ ആണോ ഗ്രീൻ സ്ക്രീൻ അല്ല, അത് ഒറിജിനൽ ആവാൻ ചാൻസ് കുറവാണ് അല്ലേ? അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫേക്ക് ഫീലാണ്. ഹൃത്തിക്കിന്റെ കാണിച്ചിട്ടില്ല. ഇല്ല, ഞാൻ വിചാരിച്ചു ക്ലൈമാക്സിൽ ഇവർ രണ്ടുപേരും പിന്നെ ഓവർ കോട്ട് ഊരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ മറ്റേലുണ്ടായിരുന്നില്ല, അതുകൊണ്ടായി അത് കൊള്ളായിരുന്നു. മറ്റേ വാർ 1-ൽ രണ്ടുപേരും ഇങ്ങനെ ഫുൾ ബോഡി കാണിച്ചിട്ടൊരു ഫൈറ്റ് എന്നുള്ള സംഭവം അത് തന്നെ അത് പഴയതായല്ലോ, എന്നാൽ പിന്നെ അത് വേണ്ട എന്നുള്ള സംഭവമായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ അത് കണ്ടിരുന്നെങ്കിൽ രസമായിരുന്നൊന്നുമല്ല, ചുമ്മാ പറയാൻ നമുക്ക് എന്തെങ്കിലും ആവുമായിരുന്നു, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് പിന്നെ ഒന്നുമില്ല. സിനിമ മടുപ്പാണ്, മടുപ്പാണ് ജിത്തോടെ ജിത്ത. നിങ്ങൾക്ക് ആക്ച്വലി കാണാൻ താല്പര്യമുള്ളവർ പോയി കണ്ടു നോക്കുക. ഇതാണ് ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്ക്. അല്ല, അവർ ഇതിനകത്ത് ഈ പടം രസകരമായ ഒരു ആക്ഷൻ സിനിമ എടുക്കാൻ അവർ എഫേർട്ട് ഇട്ടിട്ടില്ല. അപ്പം നമ്മളത് കാണാൻ ഒരു എഫേർട്ട് ഇട്ട് അതിനകത്ത് പോയിരുന്ന് കാണണമെന്ന് ഇങ്ങനെയുള്ള പടങ്ങൾ എനിക്ക് പൊതുവേ ഭയങ്കര എനിക്ക് പേഴ്സണലി എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ഈ രണ്ട് ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മളെല്ലാവരും നമുക്കെപ്പോഴും ഒരു എന്താ പറയുക, ഒരു രീതി ഉണ്ടല്ലോ. അതായത് സൂപ്പർ സ്റ്റാർ നമ്മൾ കാണാൻ ഇപ്പോൾ ഋതിക് റോഷനെ കാണുമ്പോൾ ഓ എന്ത് സുന്ദരനാണ് പുള്ളി, അടിപൊളിയല്ലേ പുള്ളി, എന്ത് ലുക്കാണ് പുള്ളി, സ്ക്രീൻ പ്രസൻസ്, സ്വാഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞില്ല. നമുക്കിപ്പം അങ്ങനെ ഇവരെ പ്രസന്റ് ചെയ്യണം സിനിമയിൽ. അപ്പോൾ അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ജില്ല. അത് ഇവരൊരു പടത്തിൽ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നു, അങ്ങനെയൊന്നും അതിൻ്റെ ഒരു സ്പേസ് വെച്ചാൽ മതി. എല്ലാ ഷോട്ടിലും ഇവരെ ഭംഗിയാക്കി സ്ലോ മോഷൻ, എല്ലാ സ്ലോ മോഷൻ്റെ ബഹളമായിരുന്നത്. അതെ, അതായത് തിരിയുമ്പോഴൊക്കെ സ്ലോ മോഷനാണ്. ഇതാണ് സമയം. കബീർ എന്ന് പറഞ്ഞൊരു ആളെ നമ്മൾ കാണുന്നത്, നമ്മൾ ഋതിക് റോഷനാണ് കാണുന്നത്. അതുപോലെ NTRന്റെ ക്യാരക്ടർ വിക്രം എന്ന് പറയുമ്പോൾ നമ്മൾ വിക്രമൊന്നുമില്ല, നമുക്ക് NTR. അതാണ് സംഭവം. കാര്യം എന്ന് വെച്ചാൽ അവരെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ഒന്ന് അപ്പുറത്തേക്ക് അവർക്കൊരു ക്യാരക്ടർ എഴുതി ഈ ക്യാരക്ടറിൻ്റെ ട്രെയിറ്റിൽ അവർ അഭിനയിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഇവരിങ്ങനെ വരികയാണ്. ഈ സ്പൈ യൂണിവേഴ്സിൻ്റെ പരിപാടി. അത് കാണുന്ന ഓഡിയൻസിന് ഇപ്പം ഈ ഇൻറ്റൻഷനാണ്. എനിക്കിപ്പം ഋതിക് റോഷൻ എങ്ങനെ ഭംഗിയായിട്ട് കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയി വാർത്ത കണ്ടു നോക്കും, അത്രേ ഉള്ളൂ. അവർക്കത് കണ്ടു നോക്കാം. നിങ്ങളെല്ലാം വന്നിട്ടൊരു കഥ വേണം. അത്ര ലോ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ അത്രയ്ക്ക് സിമ്പിളായിട്ട്, അതായത് സിനിമ എന്ന് എനിക്കറിയാം, ഇത് ഹൃത്തിക്കാന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു പോയി കണ്ടാലും ചിലപ്പോൾ ആസ്വദിക്കാൻ ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ്. അതെ, പ്രത്യേകിച്ച് ഒരു ഫ്ലൈറ്റ് ആക്ഷൻ സീൻ വരുമ്പോഴാണ് എല്ലാവരും തകർന്നു പോകുന്നതെന്ന് തോന്നുന്നു. അതിനു മുമ്പ് വരെ അതായത് ഒരു കത്തി ആക്ഷൻ സീൻ എന്ന് പറഞ്ഞാലും ആ ഫ്ലൈറ്റ് സീൻ വരുമ്പോഴേ അതായത് ഇത് എല്ലാ തരത്തിലും നമ്മളെ മണ്ടനാക്കുന്ന ഒരു സെറ്റപ്പാണ്. ഓഡിയൻസിന് ഒരു വിലയില്ല. ഇത് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഭയങ്കര ട്വിസ്റ്റൊക്കെ നടക്കുമ്പോഴും നമ്മൾ ഇത് ട്വിസ്റ്റ് ആയിരുന്നു, ഞാൻ നേരത്തെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാലും ഇപ്പം ക്യാരക്ടേഴ്സ് രണ്ടും കൊണ്ട് ഞാൻ നേരത്തെ ഒരു ട്വിസ്റ്റ് കാണിച്ചിട്ടുണ്ട്, അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇപ്പോൾ ഈ വാർ 1 ചെയ്ത സിദ്ധാർത്ഥ് ആനന്ദിൻ്റെ എനിക്ക് വാർ 1 എനിക്ക് അത്ര വർക്കാവാത്തൊരു പടമായിരുന്നു. ഞാൻ ബേസിക്കലി ഇതുപോലെ ഇതേ വാർ 2 കണ്ടപ്പോൾ എനിക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് സെയിം ഫീലിംഗ് തന്നെയായിരുന്നു വാർ 1. പക്ഷേ എനിക്ക് പുള്ളിയുടെ ഫെയിലിയറായ പടമാണ് ഫൈറ്റർ. ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഞാൻ ഈ നമ്മുടെ ടോപ്പ് ഗൺ അതൊക്കെ കണ്ടിട്ട് അതുപോലൊരു പടം ഹിന്ദിയിൽ എടുക്കാനുള്ള ശ്രമം നടത്തിയതാണ് ഫൈറ്റർ. ആ സിനിമ അന്ന് ഭയങ്കര അധികം നെഗറ്റീവ് റിവ്യൂസും മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു. പക്ഷേ ഞാനന്ന് കണ്ടപ്പോൾ എനിക്ക് അതിനകത്ത് എനിക്ക് കുറച്ചുകൂടെ ഈ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അതായത് പക്ഷേ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയത് പുള്ളി ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് സാധാരണക്കാർ ഫ്ലൈറ്റ് കയറാത്തതുകൊണ്ടാണ് പടം വർക്കാത്തതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പോകുന്നത്. നാക്കാണ് പുള്ളിയുടെ വില്ലൻ. പക്ഷേ ആ പടത്തിൽ പുള്ളി കുറച്ച് പരിപാടികൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വലിയ ശതമാനം ബോളിവുഡ് ഫിലിം മേക്കേഴ്സ് ഉണ്ടെന്ന് നമ്മൾക്ക് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല. അത് തന്നെ ഇപ്പം അവർ പറയുന്നത് എടാ നിങ്ങൾ സ്പൈ അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പടം വർക്കാവാത്തത് എന്ന് പറയുന്നത്. സ്പൈകളൊക്കെ ഇങ്ങനെ ലൈഫ് അവരുടെ ലൈഫ് എന്തൊരു ലൈഫല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഫൈറ്റർ കണ്ടപ്പോൾ ഞാൻ പേഴ്സണലിയുടെ ഫൈറ്ററിനകത്ത് കുറച്ചൊരു ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് അത്ര സിമ്പിളല്ല. ഇപ്പം നമ്മൾ ടോപ്പ് ഗൺ പോലെ പടം ഇന്ത്യയിൽ എടുക്കണമെങ്കിൽ ഈസി അല്ല. അതിനൊരു പരിപാടി അതിനകത്ത് ചെയ്തിട്ടുണ്ട്. കഥാപരമായിട്ട് എല്ലാത്തിനും നമ്മൾ അതിൻ്റെ ക്ലീശ പരിപാടി എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് ആ സിനിമ അന്ന് ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ 2 വട്ടം കണ്ടായിരുന്നു പടം. അത് ഫസ്റ്റ് വർഷം 3D ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. അതിനുശേഷം ഞാൻ എൻ്റെ 4DX കാണാൻ നമ്മുടെ ഫ്രണ്ടിനോട് 4DX ഇത് കാണാൻ വേണ്ടി ഒന്ന് ചെന്നായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി ആ സിനിമ ഓക്കെ, ഞാൻ 4DX കണ്ട ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ടോപ്പ് ഗൺ. ടോപ്പ് ഗൺ ഭയങ്കര അതെ 3D പോലും അല്ല. അപ്പോൾ ഇത് 3D + 4DX ആയിരുന്നു. ഏത് ഫൈറ്റർ. അപ്പോൾ ഞാൻ അത് കാണാൻ വേണ്ടി ഒരു പ്രാവശ്യം പോയിരുന്നു. അത് അങ്ങനെ 2 വട്ടം ഞാൻ ഫൈറ്റർ കണ്ടിട്ടുണ്ട്. കാരണം ഫൈറ്റർ എനിക്ക് ഒരു ജനറിക് ഫിലിമാണെങ്കിലും എനിക്ക് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു സിദ്ധാർത്ഥ് ആനന്ദിൻ്റെ. ഇപ്പോൾ എനിക്ക് പഠാൻ വർക്കായിട്ടില്ല. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എനിക്ക് വർക്കല്ല. എനിക്ക് ടൈഗറിൻ്റെ സെക്കൻഡ് പാർട്ട് എനിക്ക് കുറച്ച് ഇഷ്ടമായിരുന്നു. ടൈഗറും ടൈഗർ കണ്ട സമയത്ത് എനിക്കത് കുറച്ച് കൊള്ളാലോ എന്ന് തോന്നിയെങ്കിലും അതിൻ്റെ സെക്കൻഡ് പാർട്ട് ടൈഗർ സിന്ധായ അത് എനിക്ക് കുറച്ച് രസമായിട്ട് തോന്നിയായിരുന്നു. സോ അപ്പോൾ നിങ്ങളിനി വാർ 2 കാണാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കുക. ബാക്കിയൊക്കെ നിങ്ങളുടെ വിധി.